പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ അഭിവാദനങ്ങൾ. ഇന്ന് 2025 ജൂൺ മാസം 20-ാം തീയതി വെള്ളിയാഴ്ച. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ധന്യമായ ദിനമായി ദൈവകൃപയോടെ ജീവിപ്പാൻ സർവശക്തനായ ദൈവം ഏവരെയും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി കാതോർക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യോശുവയുടെ പുസ്തകം 14-ാം അധ്യായം 8-ാം വാക്യം. ജോഷുവ ചാപ്റ്റർ 14 വേഴ്സ് 8 നാം ഇപ്രകാരം വായിക്കുന്നു: എന്നോടുകൂടെ പോന്നിരുന്ന സഹോദരന്മാർ ജനത്തിന്റെ ഹൃദയം ഉരുകുമാറാക്കി, ഞാനോ എൻ്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നു. ഗിൽഗാലിൽ യഹൂദ മക്കൾ യോശുവയുടെ അടുക്കൽ വന്നു. ഗോത്രം ഗോത്രമായി ദൈവം പറഞ്ഞ നിലയിൽ സ്ഥലങ്ങൾ വിഭാഗിക്കുകയാണ്. അങ്ങനെ യോശുവയുടെ അടുക്കൽ വന്നപ്പോൾ യെഫുന്നയുടെ മകനായ കാലേബ് കൂടപ്പെട്ട ജനം മുൻപാകെ യോശുവയോട് പറഞ്ഞ വാക്കുകളാണ് ഇന്നത്തെ വാഗ്ദത്ത വചനമായി നാം വായിച്ചു കേട്ടത്. ഈ സംഭവം സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതെ, മോശ പാരാൻ മരുഭൂമിയിൽ നിന്നും ഇതാ ദേശം ഒറ്റുനോക്കുവാൻ 12 പ്രഭുക്കന്മാരെ ഗോത്രങ്ങളിൽ നിന്നായിട്ട് നിയോഗിച്ചു. അതിൽ 2 പേരാണ് നൂന്റെ മകനായ യോശുവയും യെഫുന്നയുടെ മകനായ കാലേബും. നമുക്കറിയാം, എസ്കോൽ താഴ്വരയിൽ നിന്നും മുന്തിരിക്കുലയും മാതളവും അത്തിയുമൊക്കെയായി അവർ മടങ്ങി വരുന്നു. 40 ദിവസത്തെ അവരുടെ യാത്ര പര്യവസാനിപ്പിച്ചു വന്ന് 2 കൂട്ടമായി മോശയ്ക്ക് റിപ്പോർട്ട് നൽകി. 10 പേരടങ്ങുന്ന ഒരു ടീം പറഞ്ഞു, എല്ലാം നല്ലതാണ്, പാലും തേനും ഒഴുകുന്ന ദേശം, മുന്തിരിയും മാതളവും അത്തിയും എല്ലാമുള്ള ദേശം, പക്ഷേ ഉറപ്പുള്ള പട്ടണമാണ്, അവിടെ അനാക്യ മല്ലന്മാരുണ്ട്, കനാന്യരും ഹിത്യരും പലരും അവിടെ പാർക്കുന്നു, വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല, മാത്രമല്ല അവരുടെ മുമ്പിൽ ഞങ്ങൾ തന്നെ ഞങ്ങളെ വെറുമൊരു പക്ഷിയായി വളരെ ചെറുതായി ഞങ്ങൾക്ക് തോന്നി. അത്രമാത്രം അനാക്യ മല്ലന്മാരാണ് അവിടെ ഉള്ളത്. ഈ സമയത്താണ് കാലേബ് മോശയുടെ മുമ്പിൽ വന്ന് വളരെ ഭീതിജനമാകും വിധം പറഞ്ഞ ഈ വാർത്തയുടെ മുമ്പിൽ ജനത്തെ ശാന്തമാക്കി. അവരോട് പറഞ്ഞു, നമ്മൾ അതിനെ ജയിക്കും, നമുക്കതിനെ പിടിച്ചടക്കുവാൻ കഴിയും. ഇത് പറയാൻ കാരണം ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ പറയുന്നു, ഞാൻ എൻ്റെ ദൈവമായ യഹോവയോട് പറ്റിച്ചേർന്ന് നിന്നു. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം ജീവിക്കുന്നത് വളരെ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലാണ്. രാഷ്ട്രീയമായി, സാമൂഹികമായി, സാംസ്കാരികമായി, ആത്മീകമായി, എന്തിന് കുടുംബപരമായി, ജോലിപരമായി, ആരോഗ്യപരമായി എങ്ങോട്ട് നോക്കിയാലും വെല്ലുവിളികളുടെ കൂമ്പാരമാണ്. സമാധാനം പൊയ്പോകുന്ന ഒരു ലോകം. മക്കളുടെ കാര്യത്തിൽ,
ഭർത്താവിന്റെ കാര്യത്തിൽ, ഭാര്യയുടെ കാര്യത്തിൽ, വാർദ്ധക്യ മാതാപിതാക്കളുടെ കാര്യത്തിൽ, സഹോദരങ്ങളുടെ കാര്യത്തിൽ, ആത്മീയ സഭകളുടെ കാര്യത്തിൽ, രാഷ്ട്രീയ സാഹചര്യം, ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ എന്നുവേണ്ട എവിടെ നോക്കിയാലും സങ്കീർണങ്ങളും വെല്ലുവിളികളും പ്രശ്നങ്ങളും നിറഞ്ഞ ഒരു പശ്ചാത്തലം. എന്നാൽ നമ്മുടെ ചുറ്റും എന്തും നടന്നുകൊള്ളട്ടെ, കാലേബിനെ പോലെ ദൈവത്തോടെ പൂർണ്ണമായി പറ്റിച്ചേർന്ന് നിൽക്കുമ്പോൾ ഭീതിജനകമാം വണ്ണം ആരെല്ലാം ഏതെല്ലാം വിധത്തിൽ നമുക്ക് ചുറ്റുമായി ഏതെല്ലാം നിലകളിലുള്ള വാർത്തകൾ അവതരിപ്പിച്ചാലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന് അവയൊന്നും ഏശുകയില്ല, അവയൊന്നും തളർത്തുകയില്ല. പ്രതികൂലങ്ങളിൽ അനുകൂലകനായ ഒരു ദൈവമുണ്ടെന്നുള്ള ഉറപ്പ് നമ്മളെ അനുദിനം മുൻപോട്ട് നയിക്കും. വിവിധ വിഷയങ്ങളാൽ ഭാരപ്പെട്ട് വേദനയോടെ ഇന്ന് പ്രഭാതത്തിൽ വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയ സഹോദര സഹോദരി, പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ പ്രശ്നം എന്തുമായിക്കൊള്ളട്ടെ, ഓർക്കണം, ഒരു വലിയ ഭൂരിപക്ഷം ജനങ്ങൾ അഥവാ 12 പേര് ഒറ്റുനോക്കാൻ പോയതിൽ 10 പേരും അത് കേട്ട് സിംഹഭാഗം ജനങ്ങളും ഈ 2 പേർക്കെതിരായപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് കാലേബ് പറഞ്ഞു, നമുക്കതിനെ ജയിക്കുവാൻ കഴിയും. അതെ, ഇന്ന് നാം ഓരോരുത്തരും കടന്നു പോകുന്ന പ്രശ്നങ്ങളെ ജയിക്കുവാൻ നാം ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നാൽ അതിന് കഴിയും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ മകൻ, നിങ്ങളുടെ മകൾ നിങ്ങളെ വിട്ട് ദൂരങ്ങളിലായിരിക്കാം, കടലുകൾക്കപ്പുറം പഠിക്കാനോ ജോലിക്കോ കുടുംബസ്ഥരായിട്ടോ ഏത് സാഹചര്യത്തിലുമായിക്കൊള്ളട്ടെ, അവർ ചില പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നു. അവർ നിങ്ങളെ വിളിച്ച് മുഴുവനും പറയുവാൻ തയ്യാറാകുന്നില്ല, ഭാരപ്പെടുന്നു. അവരോട് പറയുക, ഒന്നേ ചെയ്യാനുള്ളൂ, എന്റെ കുഞ്ഞെ, ദൂരത്തിരുന്ന് എനിക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല, പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ. എന്നാൽ നിന്റെ അവസ്ഥ ദൈവത്തോട് പറയത്തക്കവണ്ണം കാലേബ് ചെയ്തതുപോലെ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുക. ഇന്നത്തെ തലമുറയ്ക്ക് അവരുടെ കൂട്ടുകാരാണ് മാതാപിതാക്കളെക്കാളും ദൈവത്തെക്കാട്ടിലും വലുത്. കൂട്ടുകാരിൽ ആശ്രയിക്കരുത്, ധനവാനിൽ ആശ്രയിക്കരുത്, നമ്മളെ മോഹിപ്പിക്കുന്ന ചക്കരവാക്ക് പറയുന്ന ഒരു വ്യക്തിയിലും ആശ്രയിക്കരുത്. നമ്മുടെ കൂടെ നമ്മുടെ വിശ്വാസം ആർജിച്ച ഇന്ന ആൾ നമ്മളെ കരുതും, നമ്മളെ സഹായിക്കും എന്നൊന്നും മൂഢ സ്വപ്നം കാണരുത്. ദൈവത്തോട് പറ്റിച്ചേരുക. പ്രിയമുള്ളവരെ, അത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ദൈവത്തിന് മാത്രമേ നമ്മെ വിടുവിക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവത്തിന് മാത്രമേ നമ്മുടെ ഇന്നിന്റെ പ്രശ്നത്തിൽ നിന്നും നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് കാലേബ് ഇന്ന് പ്രഭാതത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ ചുറ്റും പ്രശ്നങ്ങളുടെ കൂമ്പാരമാണ്, പ്രതികൂലങ്ങളുടെ വലിയ നീണ്ട നിരയാണ്. മനപ്രയാസത്തിന്റെയും സാമ്പത്തിക ബാധ്യതയുടെയും ആരോഗ്യ ബുദ്ധിമുട്ടുകളുടെയും ജോലി പ്രശ്നങ്ങളുടെയും നിലനിൽപ്പിന്റെയും ഭാവിയുടെയും ഒക്കെ വലിയ വേദനകളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. ദൈവത്തോട് പറ്റിച്ചേരുക. തമ്പുരാൻ നിശ്ചയമായും പോക്കുവഴി ഉണ്ടാക്കും. കാലേബിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. ആ വലിയവനായ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ പഠനങ്ങൾ, ജോലികൾ, നിയമകാര്യങ്ങൾ, ആരോഗ്യകാര്യങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ, യാത്രകൾ, വ്യക്തിപരമായ ആവശ്യം, കുടുംബപരമായ ആവശ്യം,
ആത്മീയമായ ആവശ്യം സകലത്തിന്മേലും തമ്പുരാൻ ഇന്ന് പ്രവർത്തിക്കട്ടെ, ഇടപെടട്ടെ. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമകളായി ഈ ലോകത്തിന്റെ ഏത് വൻകരയിലായിരുന്നാലും, തലയ്ക്ക് മീതെ പ്രതികൂലങ്ങളുടെ കൂമ്പാരം ആഞ്ഞടിച്ചാലും ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ച് കാലേബിന് പറ്റിച്ചേർന്ന് ദൈവകൃപയോടെ ജീവിപ്പാൻ സർവശക്തനായ ദൈവം ഇന്ന് പകലിലും നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, 2025 6 മാസത്തിന്റെ 20 തീയതി കാണുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഒരുക്കിയതിനായി സ്തോത്രം. കാലേബ് ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നു. അതുകൊണ്ട് കൂടെയുള്ളവർ മറ്റുള്ള എല്ലാവരുടെയും ഹൃദയത്തെ ഉരുകുമാറ് സംസാരിച്ചപ്പോൾ, പ്രവർത്തിച്ചപ്പോൾ ആ പ്രതികൂലത്തെ അതിജീവിപ്പാനും ജനത്തെ ധൈര്യപ്പെടുത്തുവാനും ഇടയാക്കി എന്ന് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടെ ഞങ്ങൾ ശ്രവിച്ചുവല്ലോ. അപ്പാ, ഞങ്ങളുടെ ചുറ്റും പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, ഹൃദയം ഉരുകുമാറ് പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഈ ഘട്ടത്തിൽ കാലേബിനെ പോലെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ ദിനം അനുഗ്രഹത്തിന്റെ, സന്തോഷത്തിന്റെ, നന്മയുടെ, വിടുതലിന്റെ ദിനമായി ആയിരിക്കുന്ന ഇടങ്ങളിൽ ഞങ്ങളേവരെയും പരിപാലിക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം വചനത്തിൽ നിന്ന് കേട്ടതുപോലെ നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മെയും മറ്റുള്ളവരെയും ഉരുക്കി ഇല്ലാതാക്കുന്ന വിധത്തിൽ സംസാരിക്കും, പ്രവർത്തിക്കും, പല വാർത്തകളും സ്പ്രെഡ് ചെയ്യും. പക്ഷേ ദൈവത്തിൽ ആശ്രയിച്ച് കാലേബിനെ പോലെ പൂർണ്ണമായി പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഒരാൾക്ക് ഇവയൊന്നും ഏശുകയില്ല. ഇവയൊന്നും ഒരു പ്രശ്നമല്ല. കാലേബിനെ പോലെ ദൈവത്തിൽ ആശ്രയിക്കുക, മറ്റുള്ളവരെ വചനത്താൽ ഉറപ്പിക്കുക, ധൈര്യപ്പെടുത്തുക. അതിനാദ്യം നമുക്ക്, എനിക്ക് ആ വചനത്തിൽ ഉറപ്പുണ്ടായിരിക്കണം. എന്റെ ഹൃദയം ദൈവത്തിൽ ആശ്രയിച്ച് സ്ഥിരമായിരിക്കണം. അങ്ങനെയാകുമ്പോൾ കാലേബിനെ പോലെ മറ്റുള്ളവരെയും സ്ഥിരപ്പെടുത്തുവാൻ കഴിയും. അങ്ങനെ ധന്യമായ, സാക്ഷ്യമുള്ള, അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമകളായി നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനോട് പറ്റിച്ചേർന്ന് ജീവിപ്പാൻ ഇന്ന് പകൽ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിനായി നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.